ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 91 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനത്തിൽ കൂടെയാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകും. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞൊരു സാഹചര്യത്തിൽ ആരെന്നെ സൂക്ഷിക്കും, ആരെന്നെ കാക്കും, ആരെന്നെ മറയ്ക്കുമെന്ന് മനുഷ്യ മനസ്സുകളിൽ ഒരു ചോദ്യമുണ്ട്. ദുഷ്ടശക്തികൾ നിങ്ങളെ കടിച്ചു വലിച്ച് ഇരുളറകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെന്നെ മറയ്ക്കും, ആരെന്നെ വിടുവിക്കും? സാമ്പത്തിക ബാധ്യതകൾ നിന്നെ കയറി വല്ലാതെ തകർത്തുകൊണ്ടിരിക്കും. ആര് നിന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കും? ആര് നിന്നെ മറയ്ക്കും? ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, നിങ്ങളെ മറയ്ക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ തൂവലുകൾക്കകത്ത് മറയ്ക്കുന്നത് പോലെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളെ കടിച്ചു വലിക്കുന്ന, പരാജയമെന്ന പടുകുഴിയിലേക്ക് കൊണ്ടുപോയി ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ വാദപ്രതിവാദം ഒരു വശത്ത് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ആ ശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയാതെ വണ്ണം തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ചില സമയത്ത് നിനക്ക് ഫീൽ ചെയ്തിട്ടില്ലേ, ദൈവം നിന്നെ മറയ്ക്കുന്നതായിട്ട്, ദൈവം നിന്നെ സൂക്ഷിക്കുന്നതായിട്ട്? നിന്നോട് എതിരിട്ട എത്രയോ വ്യക്തികൾ, എത്രയോ ശക്തികൾ, എത്രയോ പൈശാചികത്വങ്ങൾ കലിതുള്ളി നിനക്കെതിരെ വെളിപ്പെട്ട് വന്നപ്പോഴും നിന്നെ തൊടാൻ കഴിയാത്തതിൻ്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, നിന്റെ ബലഹീനതകൾ അറിഞ്ഞ് സ്തോത്രം, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കർത്താവ് തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചു. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. നിനക്ക് ശരണം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഉണ്ടെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമായിരിക്കും. ദൈവമക്കളെ, നാം ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരാണ്. ആ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനകത്ത് നാം ഭദ്രമായിരിക്കുകയാണ്. നമുക്കിങ്ങനെ പറയാം, കർത്താവേ, തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തൂവലുകൾക്കകത്തവരെ മറയ്ക്കണം. അവർക്കെതിരെ വരുന്ന യാതൊരു ശത്രുവിൻ്റെ നിഗൂഢ പദ്ധതികളും ഫലിക്കാതെ വണ്ണം ദൈവം അവരെ കാക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഗോഡ് ബ്ലസ് യു.